അപ്പോൾ എല്ലാ മച്ചാർക്കും ലോഡ് ഗെയിം മച്ചാനമ്പത്തിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ടാസ്ക്കാണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു സ്പിന്നിങ് വീല്. അതിൽ ഞാൻ കുറേ ടാസ്കുകൾ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സ്പിൻ ചെയ്യും. എന്നിട്ട് ഏത് ടാസ്ക്കാണ് വരുന്നത് അത് ഞാൻ ഇതിൽ കംപ്ലീറ്റ് ചെയ്യും. സോ നമുക്ക് ഫസ്റ്റ് സ്പിന്ന് സ്റ്റാർട്ട്. ഓക്കെ, ഞാൻ എൻ്റെ ആദ്യത്തെ സ്പിന്ന് ചെയ്യാൻ പോവുകയാണ്. 3, 2, 1 ബൂം. ഓക്കെ, സ്പിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ടാസ്ക്കാണ് വരിക? ആൻഡ് ഓക്കെ, ഏതാ? ഷൂട്ട് എ കോപ്പ്. ഓ, എന്ന് തന്നെ പോലീസ് പിടിച്ചത് തന്നെ. അപ്പോൾ ഗൈസ്, ഞാനങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണ്ട. നമുക്കൊരു സേഫ്റ്റിക്ക് കോസ് റൈഡറിൻ്റെ ബൈക്കോടെ സ്പോൺ ചെയ്യാം. അതാകുമ്പോൾ പോലീസ് പിടിക്കാൻ വന്നിട്ട് നമുക്ക് രക്ഷപ്പെടാം. ഇതന്നെ ചിക്കോടി തന്നെയാണ് തോന്നി വന്ന്. അതിൻ്റെ നമുക്ക് ഇവിടെ നിന്ന് AK-47 എടുത്ത് ഷൂട്ട് ചെയ്യാം. എൻ്റെ ഷൂട്ട് ചെയ്താൽ പോരാ, കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കില്ലിയ കോപ്പ് വേറെ ടാസ്ക് ഉണ്ട്. സോ നമുക്കൊരു പ്രാവശ്യം ഷൂട്ട് ചെയ്യാം, പിന്നെ ഓടി പോവാം. ഓക്കെ, ഒരു സ്റ്റാറായി. വിട്ടോ ഹെൽത്ത് കുറഞ്ഞ് അതാ ചത്ത്. അപ്പോൾ കേസ് നമ്മൾ നെക്സ്റ്റ് ടാസ്ക് നമ്മൾ നോക്കാൻ പോവാണ്. സോ 3, 2, 1 ബൂം. കേസ് പിന്നായിക്കൊണ്ടിരിക്കുകയാണ്. അതാ വരിക. ഓക്കെ യാ ഗൈസ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. സോ ഇത് വേഗം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സോ നമുക്ക് നമ്മുടെ അടുത്ത ടാസ്ക് നോക്കാം. ഈ ടാസ്ക് നിങ്ങൾ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് നമുക്ക് നെക്സ്റ്റ് ടാസ്ക് നോക്കാം. സോ വേഗം കംപ്ലീറ്റ് ചെയ്യാം. 3, 2, 1. സോ എല്ലാവരും വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിചാരിക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ടാസ്ക് നോക്കാം. ബൂം. ഏതാ? ഓക്കെ, കിൽ 4 സ്പൈഡേഴ്സ്. 4 സ്പൈഡറിനെ കൊല്ലണം. സോ നമുക്ക് കില്ല് ചെയ്യാം. സോ നമുക്ക് ആദ്യത്തെ സ്പൈഡറിനെ സ്പോൺ ചെയ്യാം. 5599. സോ കോൾ ചെയ്ത് അപ്പം തന്നെ ഗണ്ണും സെറ്റ് ചാവ് കുറച്ച് പിന്നിക്കിടന്ന്. ഓക്കെ, ഒരു സ്പൈഡർ തീർന്നു. നെക്സ്റ്റ് സ്പൈഡർ 5599. ഇതും കൂടി ചെത്താൻ എനിക്ക് 2 സ്പൈഡർ കഴിഞ്ഞു. ഇനി നമുക്ക് 3 സ്പൈഡറിനെ കൂടി തീർക്കണം. സോ 5599 അല്ല, 5 സ്പൈഡറാണോ 4 സ്പൈഡറാണോ? 4 തോന്നുന്നു. 4. ഒരു സ്പൈഡറിനെ കുടിഞ്ഞ് കൊല്ലണം നമുക്ക്. 5599. ഇത് ഭയങ്കര സിമ്പിളായി. നമ്മൾ ഓരോന്നായി സ്പോൺ ചെയ്തുകൊണ്ടാണ് സിമ്പിൾ ആയത്. അല്ലെങ്കിൽ നമ്മൾ തട്ടിപ്പോവും. സത്യം, നമ്മളെ സ്പോണായി അപ്പം തന്നെ നമ്മളെ കൊല്ലാൻ വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി പാടാണ്. നമ്മൾ ഈ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് നമ്മളെ നെക്സ്റ്റ് ടാസ്ക് എന്താണെന്ന് പോയി നോക്കാം. ഓക്കെ, നമ്മളെ നെക്സ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. സ്പിൻ ചെയ്യാൻ പോവാണ്. സോ 3, 2, 1 ബൂം. സ്പിന്നായിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ടാസ്കാവും വരിക? ഓക്കെ ദെൻ പുട്ട് സ്റ്റിക്കി ബോംബ് ആണേ കോപ്പ്. ഓക്കെ, സ്റ്റിക്കി ബോംബ് ഒരു പോലീസുകാരൻ്റെ മേത്തിടണം. അതാണ് പറഞ്ഞത്. അത് നമുക്ക് അത് ബ്ലാസ്റ്റ് ചെയ്യണം. അതും കൂടി ചെയ്യണം. സോ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ഞാനിവിടെ കണ്ടെയ്നറൊക്കെ സ്പോൺ ചെയ്തിട്ടുണ്ട്. വെറുതെ സ്പോൺ ചെയ്തതാണ്. ഇനിയിപ്പോൾ അത് മാറ്റാൻ പറ്റി. ഞാൻ സേവ് ചെയ്തിട്ടില്ല. ഗെയിം ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്താൽ പോയിക്കോളും. അല്ലെങ്കിൽ ഞാൻ ചത്ത് കഴിഞ്ഞാൽ റീസ്പോൺ ആയാലും. ഓക്കെ, നമുക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. ഓക്കെ, എൻ്റെ ബോംബിട്ട് കൊന്ന പ്രശ്നം ഉണ്ടാവുമായിരിക്കും. കൊല്ലാണെങ്കിൽ നമുക്ക് പുറത്ത് നിൽക്കുന്ന ഒരു പോലീസുകാരനെ കൊല്ലാം. അകത്ത് നിൽക്കുന്ന ആൾക്കാരെ കൊന്നാലും ഇവിടെ തോക്കും പിടിച്ച് നിൽക്കുന്നുണ്ട്. തോക്ക് പിടിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് കുറച്ചുകൂടി ഡേഞ്ചർ. ഓക്കെ, സ്റ്റിക്കി ബോംബ് ഇട്ടിട്ടുണ്ട്. ഇയാളെന്തേലും റിയാക്ട് ചെയ്യോ? ഇയാളത് റിയാക്ട് ചെയ്യണില്ലടാ. അല്ല, ഇയാളൊന്നും ചെയ്യണില്ല. ഇയാളെന്താ തോക്കിക്കൊണ്ടിട്ട് ഇയാളൊന്ന് ചാവും. ഇയാളെന്ന് ഞാൻ കൊല്ലില്ലടാ. കുറച്ച് വിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ കായും. കാർ പാർക്കിങ്ങിൻ്റെ ഇവിടെ ആക്ടിവേറ്റ് ചെയ്യാൻ പോവാണ്. വീട്ടിൽ ഞാൻ വണ്ടി എടുത്ത് പോയിക്കാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുത്ത് പോവാം. ഞാൻ ബോംബ് ആക്ടിവേറ്റ് ചെയ്യാൻ പോവാണ്. 3, 2 ബൂം. ഓക്കെ, എവിടെ 2 ആൾക്കാർ? ഒരു പോലീസുകാരൻ പറന്നു പോയടാ. അയാൾ ചത്ത്. എന്തുണ്ടായത്? ഒന്നും ഉണ്ടായില്ല. 2 പോലീസുകാരും ചത്ത്. എൻ്റെ ഇവിടെ ഉള്ള ഒരാളും മരിച്ചു. എന്നാലുണ്ടൊക്കെ റിസപ്ഷനിലുള്ള പോലീസ് കണ്ടാ ഒന്നും ഒരു മൈൻഡും ഇല്ലാതെ ഇരിക്കുന്നു. അതെന്താടേ? നമുക്ക് ഇവിടെ കണ്ട ആൾക്കാർക്കൊന്നും മനസ്സിലായില്ല. പോലീസുകാർക്ക് എന്തോ പറ്റിയതാണ്. മറ്റേ ആ റിസപ്ഷനിൽ ഇരിക്കുന്നത് കാര്യം മനസ്സിലാവണതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് പോവാം. നമ്മൾ ഗൈസ് നമ്മുടെ നെക്സ്റ്റ് സ്പിന്നിങ് ചെയ്യാൻ പോവാണ്. 3, 2, 1 ബൂം. ഓക്കെ, കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഈസി വന്നാൽ മതി. ഓക്കെ,
കില്ല് NPC വിത്ത് സ്റ്റിക്കി ബോംബ്. അത് നമ്മളിപ്പോൾ ചെയ്ത പോലെ NPCൻ്റെ മേത്ത് സ്റ്റിക്കി ബോംബ് ഇടുക. അത് എളുപ്പമായിരിക്കും, കാരണം സ്റ്റിക്കി ബോംബ് ഇട്ടാൽ പോലീസൊന്നും വരുന്നില്ല. നമുക്ക് ചെയ്യാം, ഈസി. അതാ ഗൈസ് അവിടെ ഒരു NPC, അയാളുടെ മേത്തിക്കിടാം. കമോൺ മണി നിർത്ത്. എങ്ങോട്ടൊക്കെയാ പോയി? ടൈയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. നിന്നെ ഞാൻ സ്റ്റിക്കി ബോംബിൽ പുഴുങ്ങിയെടുക്കണം. അങ്ങോട്ട് വായോ. അല്ല ബ്രോ അവിടെ എന്നാ അനങ്ങി നിൽക്കടോ. എടാ നിന്നേക്ക് സ്റ്റിക്കി ബോംബിൽ കുളിപ്പിക്കാറില്ല അവിടെ കൊണ്ട്. ഒന്ന് അനങ്ങാതെ നിൽക്ക്. എന്താ കാട്ടുന്നത്? എങ്ങോട്ടാ പോണി? എടാ ഞാൻ എൻ്റെ സ്റ്റിക്കി ബോംബാണ് വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് ഞാനിന്ന് ഇതെന്താ ഇത്രയും മതിയാവും. എല്ലാവരും നിലത്തും കിടക്കേണ്ട സ്റ്റിക്കി ബോംബ്. നീ തീർന്നടാ, നീക്ക് പോസ് തരാടാ. അവിടെ അവൻ ആദ്യത്തെ വാളിപ്പോയി. നമുക്ക് നെക്സ്റ്റ് ടാസ്ക് നോക്കാം. സോ ഗൈസ് നമ്മുടെ നെക്സ്റ്റ് സ്പിൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 3, 2, 1 ബൂം. ഓക്കെ, സ്പിന്നായിക്കൊണ്ടിരിക്കുകയാണ്. എന്താവും വരിക? ഗൈസ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് ടാസ്ക് നോക്കാം. സോ നമുക്കൊരു പ്രാവശ്യം കൂടി സ്പിൻ ചെയ്യാം. 3, 2, 1 ബൂം. ഓക്കെ, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഡു ഡ്രിഫ്റ്റ് വിത്ത് എ ബോട്ട് ഇൻ സീ. ഓക്കെ, നമ്മൾ ബോട്ട് കൊണ്ട് മറ്റേ കടലിലൊരു ഡ്രിഫ്റ്റ് ചെയ്യണം. ഗൈസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ ഓട്ടോറിക്ഷ എടുത്ത് ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോറിക്ഷയ്ക്ക് അത്ര സ്പീഡ് പോരാ, മറ്റേ വണ്ടികളുടെ ഒരു സ്പീഡില്ല. ഞാനിത് ഓടിക്കുമ്പോൾ ഒരു സുഖമുണ്ട് കേട്ടോ. സ്പീഡില്ലെങ്കിലും ഒരു സുഖമുണ്ട്. നമുക്ക് വണ്ടി നിർത്താം. മണലൊക്കെ ചെറുതായിട്ട് പറയുന്നതാണ്. ഇവിടെ നിന്ന് നമ്മളങ്ങനെ വണ്ടി ഇവിടെ അടുത്ത് നിർത്തിയിട്ടുണ്ട്. നമുക്കിനി ബോട്ട് സ്പോൺ ചെയ്യാം. ഓക്കെ, ഇവിടെ നിൽക്കാം. ഇനി നമുക്ക് ബോട്ട് സ്പോൺ ചെയ്യാം. സോ ബോട്ടിൻ്റെ ചീറ്റ് കോഡ് 3001. ഓക്കെ, 3001. ബോട്ട് സ്പോൺ ചെയ്യും. നമുക്ക് ബോട്ടോണ് ഡ്രിഫ്റ്റ് ചെയ്യാം. സോ നമുക്ക് ഇതിലിങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ബോട്ട്. നമ്മൾ സ്പീഡ് പോണ് അതിൻ്റെ നമുക്ക് സൈഡിലോട്ടാണ് ഡ്രിഫ്റ്റ് ചെയ്യാം. സോ 3, 2, 1 ഡ്രിഫ്റ്റ്. വിചാരിച്ച അത്രയും ചെരിഞ്ഞില്ല. ഇങ്ങനെ നമുക്കിനി ഒരു പ്രാവശ്യം കൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് 3, 2, 1 ഡ്രിഫ്റ്റ് ചെയ്യാൻ പോണ്. വെള്ളത്തിൽ ഈ ഡ്രിഫ്റ്റൊക്കെ പറ്റുള്ളൂ. ഇത് ഡ്രിഫ്റ്റ് തന്നെ പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് ഈ ഡ്രിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. വെള്ളത്തിൽ കുറച്ചുകൂടി ഒരു ഡ്രിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സ്പീഡ് പോകാം. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഈ പ്രാവശ്യം വന്ന പോലെ തന്നെയാണ് വരുന്നെങ്കിൽ നമുക്ക് എയർലൈൻഡ് വഴി തീരാറായി തോന്നിട്ടാ. പിന്നെ നൈസൊന്ന് ഡ്രിഫ്റ്റ് ചെയ്യാം. ഇത്രേ പറ്റുള്ളൂ. പക്ഷേ ഈ ടാസ്ക് നമുക്ക് ഇത്രേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ പറ്റുള്ളൂ. സോ നമുക്ക് നെക്സ്റ്റ് ടാസ്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടാസ്ക്കാണ് നോക്കാനായിട്ട് പോകുന്നത്. സോ 3, 2, 1 ബൂം. സോ എന്തായിരിക്കും ടാസ്ക്? ഞാനും എക്സൈറ്റഡ് ആണ്. ബേൺ എ കോപ്പ് വിത്ത് ഫയർ ബൈക്ക്. അതായത് നമ്മുടെ ഗോസ്റ്റ് റൈഡർ ബൈക്ക് കൊണ്ട് ഒരു പോലീസുകാരനെ കത്തിക്കണം. സോ അത് പോലീസ് പിടിക്കൂലായിരിക്കും. നമുക്ക് ഗോസ്റ്റ് റൈഡർ ബൈക്ക് എടുക്കാം. കളറൊന്നും മാറ്റട്ടെ, ബ്ലൂ. ഇത് കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് പോലീസ് സ്റ്റേഷനിലൂടെ. പോലീസ് സ്റ്റേഷൻ അടുത്തായി നന്നായി. നമുക്ക് ആ കാറ് കത്തിച്ചിട്ട് പോവാം. ഒരു ഉദ്ഘാടനം കഴിക്കുകയാണ് സുഹൃത്തെ. അയ്യോ, എങ്ങോട്ടാ പോണു? വണ്ടി ഇറങ്ങടാ, വണ്ടിയിൽ നിന്ന് ഇറങ്ങി. വണ്ടിയിൽ നിന്ന് ഇങ്ങനെ തെറിച്ച് വീഴോ. അതാ ചാവല്ലേ, ചത്തില്ല. അടുത്ത ഉദ്ഘാടനം കഴിച്ചതാണ് ഇപ്പം ഇത്ര ഉണ്ടായത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് അവിടം വരെ പോകണം. ഞാൻ എടുത്താന്ന് പറഞ്ഞോടൊപ്പം ഇങ്ങനെ ഉണ്ടായത്. ഗൈസ് അങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമുക്കിനി ഇവരെ കത്തിക്കാം. ഓക്കെ, പോലീസുകാരനെ കത്തിക്കാൻ പോണ്. കത്തിച്ച് ഇയാൾ കത്തൂലേ? ഇയാൾ കത്തൂല. ഇയാൾ കത്തണില്ല. അല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല. കത്തി. അങ്ങനെ നമ്മൾ
ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതൊക്കെ പറഞ്ഞല്ലോ. പിന്നെ ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത്. സോ ഇതിൻ്റെ പാർട്ട് 2 ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം കമൻറ്റ് ചെയ്യുക. നേരേക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ തരാം. ബൈ.